Welcome to Plus 2 Zoology online class. In our last segment, we have started a new chapter that is reproductive health. There we have studied the definition of reproductive health given by WHO, population explosion, its impacts, its reasons and how it can be controlled. All such matters we have discussed. Today we are going to discuss about കോൺട്രാസെപ്ഷൻ. വാട്ട് ഡു യു മീൻ ബൈ കോൺട്രാസെപ്ഷൻ? മലയാളത്തിൽ കോൺട്രാസെപ്ഷൻ എന്ന് പറഞ്ഞാൽ ഗർഭനിരോധനം. കോൺട്രാസെപ്ഷൻ മീൻസ് ദ പ്രിവെൻഷൻ ഓഫ് പ്രഗ്നൻസി. അതായത് കുഞ്ഞുങ്ങൾ ഉള്ള ദമ്പതിമാർക്കും അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ വേണ്ട എന്ന് തീരുമാനിക്കുന്ന ദമ്പതിമാർക്കും എങ്ങനെ പ്രഗ്നൻസി ആകാതെ സൂക്ഷിക്കാം, അല്ലെങ്കിൽ ഗർഭവതി ആകാതെ സൂക്ഷിക്കാം. അതാണ് കോൺട്രാസെപ്ഷൻ എന്ന് പറയുന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. കോൺട്രാസെപ്ഷൻ മീൻസ് ദ പ്രിവെൻഷൻ ഓഫ് പ്രഗ്നൻസി. ഇനി പ്രോപ്പർട്ടീസ് ഓഫ് ആൻ ഐഡിയൽ കോൺട്രാസെപ്റ്റീവ്. കോൺട്രാസെപ്റ്റീവ് എന്ന് പറഞ്ഞാൽ ഗർഭനിരോധന മാർഗം ആണ് കോൺട്രാസെപ്റ്റീവ് എന്ന് പറയുന്നത്. ഈ കോൺട്രാസെപ്റ്റീവിന് പല മാർഗങ്ങളുണ്ട്. എന്നാൽ ഒരു ഐഡിയൽ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് എങ്ങനെ ആയിരിക്കണം എന്നാണ് ഇവിടെ നമ്മൾ പ്രതിപാദിക്കുന്നത്. പ്രോപ്പർട്ടീസ് ഓഫ് ആൻ ഐഡിയൽ കോൺട്രാസെപ്റ്റീവ്. ഒരു ഐഡിയൽ കോൺട്രാസെപ്റ്റീവ് എപ്പോഴും യൂസർ ഫ്രണ്ട്ലി ആയിരിക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദമ്പതിമാർക്ക് മറ്റാരുടെയും സഹായം കൂടാതെ സ്വയം ഉപയോഗിക്കാൻ പറ്റുന്നതായിരിക്കണം ഒരു ഐഡിയൽ കോൺട്രാസെപ്റ്റീവ്. അല്ലാതെ വിദഗ്ധ ഉപദേശമൊക്കെ സ്വീകരിച്ചു കൊണ്ടുള്ള ഒരു ഐഡിയൽ കോൺട്രാസെപ്റ്റീവ് ഫലപ്രദമായി ഉപയോഗിക്കുവാൻ കഴിയുകയില്ല. ഇനി രണ്ടാമത്തെ പോയിൻ്റ്, ഈസിലി അവൈലബിൾ ആയിരിക്കണം. അതായത് അവരവരുടെ നാട്ടിലെ മെഡിക്കൽ സ്റ്റോറിലോ അല്ലെങ്കിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലോ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിലോ ഒക്കെ ലഭിക്കുന്നതായിരിക്കണം ഈ കോൺട്രാസെപ്റ്റീവ്. അല്ലാതെ നമുക്ക് ഓൺലൈനിലൂടെ വാങ്ങി അല്ലെങ്കിൽ വളരെ നാൾ പ്രതീക്ഷിച്ചിരുന്ന് നമ്മൾ കാത്തിരുന്ന് കിട്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാകരുത് ഒരു ഐഡിയൽ കോൺട്രാസെപ്റ്റീവ്. ഇനി അത് ഇഫക്റ്റീവ് ആയിരിക്കണം. ഇഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഫലപ്രദമായിരിക്കണം. ഒരു ഐഡിയൽ കോൺട്രാസെപ്റ്റീവ് ഉപയോഗിച്ചുകൊണ്ട് സെക്ഷൽ ഇൻ്റർകോഴ്സ് ചെയ്യുന്ന ഒരാൾക്ക് ഒരിക്കലും ഒരു ഫെയിലുവർ ചാൻസ് ഉണ്ടാകരുത്. ഒരു ഫെയിലുവറിലൂടെ അവർ പ്രഗ്നൻസിയിലേക്ക് പോകരുത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി റിവേഴ്സിബിൾ ആയിരിക്കണം. ഇപ്പോൾ അതിനൊരു എന്താണ് റിവേഴ്സിബിൾ എന്ന് പറഞ്ഞാൽ? റിവേഴ്സിബിൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ദമ്പതിമാർ അവർ വിവാഹശേഷം ഒരു 2 വർഷത്തേക്ക് അല്ലെങ്കിൽ 1 വർഷത്തേക്ക് കുഞ്ഞുങ്ങൾ വേണ്ട എന്ന് തീരുമാനിക്കുന്നു. അപ്പോൾ അത്രയും നാൾ അവർ ഏതെങ്കിലും ഒരു കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് ചൂസ് ചെയ്യുന്നു. അവരത് ഫലപ്രദമായി ഉപയോഗിക്കുന്നു. എന്നിട്ട് 2 വർഷം കഴിയുമ്പോഴത്തേക്ക് അവർക്ക് കുഞ്ഞുങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുമ്പോഴത്തേക്ക് അവർക്ക് ഈ കോൺട്രാസെപ്റ്റീവ്സിൻ്റെ ഉപയോഗം നിർത്തിയാൽ മതി, അവർക്ക് കുഞ്ഞുങ്ങൾ ആകാം. അങ്ങനെ ആയിരിക്കണം. ഒരിക്കൽ ഒരു കോൺട്രാസെപ്റ്റീവ് ഉപയോഗിച്ചെന്നും പറഞ്ഞ് പിന്നീട് ഒരിക്കലും കുഞ്ഞുങ്ങളാകില്ല, അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഇത് ഉണ്ടാകരുത്. അതാണ് റിവേഴ്സിബിൾ ആയിരിക്കണമെന്ന് പറയണത്. നിർത്തുമ്പോൾ വീണ്ടും അവർക്ക് പ്രഗ്നൻസി അറ്റൈൻ ചെയ്യാൻ കഴിയണം. ഇനി നോ ഓർ ലീസ്റ്റ് സൈഡ് എഫക്ട്സ് എന്ന് പറഞ്ഞാൽ കോൺട്രാസെപ്റ്റീവ് ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരിക്കലും സൈഡ് എഫക്ട്സ് ഉണ്ടാകുവാൻ പാടില്ല. ഇനി അബദ്ധവശാൽ ഉണ്ടായാൽ തന്നെ അത് വളരെ മൈനറായിട്ടുള്ള സൈഡ് എഫക്ട്സ് മാത്രമേ ഉണ്ടാകുവാൻ പാടുള്ളൂ. ഇനി ഇറ്റ് ഷുഡ് നോട്ട് ഇൻ്റർഫിയർ വിത്ത് ദ സെക്ഷൽ ഡ്രൈവ്, ഡിസയർ ആൻഡ് സെക്ഷൽ ആക്ട്. ഒരിക്കലും ഒരു കോൺട്രാസെപ്റ്റീവ് ഉപയോഗിക്കുമ്പോൾ അവരുടെ സെക്ഷൽ ഇൻ്റർകോഴ്സ് ചെയ്യുമ്പോൾ അവർക്ക് അത് മതിയായ സംതൃപ്തി കിട്ടുന്നില്ല, അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് ഉണ്ടാകരുത്. 2 പാർട്ട്നേഴ്സിനും യാതൊരുവിധ അൺകംഫർട്ടബിൾ സിറ്റുവേഷനും ഉണ്ടാകാത്ത ഒന്നായിരിക്കണം ഐഡിയൽ കോൺട്രാസെപ്റ്റീവ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഈ കാര്യങ്ങളെല്ലാം ഒന്നുകൂടി ഒന്ന് നോക്കാം. Contraception means the prevention of pregnancy. Then properties of an ideal contraceptive should be user friendly, easily available, should be effective and reversible, no or least side effects, it should not interfere with sexual drive, desire and sexual act. Next, what are the available contraceptive methods? Contraceptive methods can be broadly classified into 2: natural methods, artificial methods. Natural methods എന്ന് പറഞ്ഞാൽ നാച്ചുറലി നമുക്ക് എങ്ങനെ കോൺട്രാസെപ്ഷൻ പോസിബിൾ ആകാം. അതിന് 3 മാർഗങ്ങളാണുള്ളത്.
periodic abstinence. Second one is coitus interruptus. Third one is lactational amenorrhea. എന്നാൽ ആർട്ടിഫിഷ്യൽ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ബാരിയർ മെത്തേഡ്സ്, ഇൻട്രായൂട്ടറൈൻ ഡിവൈസസ്, ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ്, ഇൻജെക്റ്റബിൾസ് ആൻഡ് ഇംപ്ലാന്റ്സ്, സർജിക്കൽ മെത്തേഡ്സ്. ഇനി നമുക്ക് ആദ്യം നാച്ചുറൽ മെത്തേഡ്സിലേക്ക് പോകാം. ഫസ്റ്റ് വൺ ഈസ് പീരിയോഡിക് അബ്സ്റ്റിനൻസ്. പീരിയോഡിക് അബ്സ്റ്റിനൻസ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ മെൻസ്ട്രൽ സൈക്കിൾ പഠിച്ചപ്പോൾ, കഴിഞ്ഞ ചാപ്റ്ററിൽ മെൻസ്ട്രൽ സൈക്കിൾ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചു, ഒരു മെൻസ്ട്രൽ സൈക്കിളിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ 28 ദിവസമാണ് നോർമലി. അതിൽ 2 സേഫ് പീരീഡുകളും ഒരു ഫെർട്ടൈൽ പീരീഡുമാണ് ഉള്ളത്. സേഫ് പീരീഡ് വരുന്നത് 6 മുതൽ 9 ദിവസവും, അതുപോലെ തന്നെ അടുത്ത സേഫ് പീരീഡ് വരുന്നത് 19 മുതൽ അടുത്ത മെൻസസ് അല്ലെങ്കിൽ 28 ദിവസം വരെയുമാണ് സേഫ് പീരീഡ് വരുന്നത്. എന്നാൽ ഫെർട്ടൈൽ പീരീഡ് വരുന്നത് 10 മുതൽ 17 ദിവസമാണ്. അപ്പോൾ പീരിയോഡിക് അബ്സ്റ്റിനൻസ് എന്ന് പറഞ്ഞാൽ ഫെർട്ടൈൽ പീരീഡിൽ സെക്ഷൽ ഇൻ്റർകോഴ്സ് ചെയ്യാതിരിക്കുക. അവർക്ക് സേഫ് പീരീഡുകളിൽ മാത്രം സെക്ഷൽ ഇൻ്റർകോഴ്സ് ചെയ്യുക. ഇതാണ് പീരിയോഡിക് അബ്സ്റ്റിനൻസ്. അതായത് ഫെർട്ടൈൽ പീരീഡിൽ സെക്ഷൽ ഇൻ്റർകോഴ്സിൽ നിന്നും വിട്ടുനിൽക്കുക. അബ്സ്റ്റിനൻസ് എന്ന് പറഞ്ഞാൽ വിട്ടുനിൽക്കുക എന്നാണ്. നെക്സ്റ്റ്, കോയിറ്റസ് ഇൻ്ററപ്റ്റസ്. കോയിറ്റസ് ഇൻ്ററപ്റ്റസ് എന്ന് പറയുന്ന വാക്കിൽ തന്നെ ഉണ്ട് അതിൻ്റെ അർത്ഥം. കോയിറ്റസ് എന്ന് പറഞ്ഞാൽ സെക്ഷൽ ഇൻ്റർകോഴ്സ്, ഇൻ്ററപ്റ്റസ് എന്ന് പറഞ്ഞാൽ അത് പാതി വഴിയിൽ ഉപേക്ഷിക്കുക, അതിന് തടസ്സം വരുത്തുക. അതാണ് കോയിറ്റസ് ഇൻ്ററപ്റ്റസ്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. വിഡ്രോവൽ ഓഫ് പെനിസ് ഫ്രം ദ വജൈന ബിഫോർ ഇജാക്കുലേഷൻ. അതായത് ഒരു സെക്ഷൽ ഇൻ്റർകോഴ്സ് നടന്നുകൊണ്ടിരിക്കുന്നു. ആ സെക്ഷൽ ഇൻ്റർകോഴ്സിൻ്റെ ക്ലൈമാക്സിലാണ് പെനിസിൽ നിന്നും വജൈനയിലേക്ക് സെമൻ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ആ പ്രോസസ്സിന് വിളിക്കുന്ന പേരാണ് ഇജാക്കുലേഷൻ. അപ്പോൾ ഇജാക്കുലേഷന് തൊട്ട് മുമ്പ് പെനിസ് വജൈനയിൽ നിന്നും വിഡ്രോ ചെയ്യുക. അതാണ് കോയിറ്റസ് ഇൻ്ററപ്റ്റസ്. ഇനി 3, ലാക്ടേഷണൽ അമനോറിയ. ഇത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ്. ലാക്ടേഷണൽ അമനോറിയ എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ പ്രസവശേഷം കുഞ്ഞിന് പാല് കൊടുത്തുകൊണ്ടിരിക്കുന്ന ആദ്യ സമയങ്ങളിൽ, അതായത് 3 മാസം മുതൽ ആദ്യത്തെ 3 മാസം മുതൽ 6 മാസം വരെയുള്ള കാലയളവിൽ അവർക്ക് ഓവുലേഷനോ മെൻസ്ട്രൽ പീരീഡ്സോ കാണുകയില്ല. അപ്പോൾ ആ സമയം ബന്ധപ്പെടുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത തീരെ കുറവായിരിക്കും. ഇതാണ് ലാക്ടേഷണൽ അമനോറിയ. ഇറ്റ് ഈസ് ദ പ്രിവെൻഷൻ ഓഫ് കൺസെപ്ഷൻ ബൈ ബ്രസ്റ്റ് ഫീഡിംഗ് ദ ചൈൽഡ് ബിക്കോസ് ഓവുലേഷൻ ആൻഡ് സൈക്കിൾ ഡു നോട്ട് ഒക്കർ ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് ലാക്ടേഷൻ. ദിസ് ഈസ് ഇഫക്റ്റീവ് അപ് ടു 6 months ഫോളോവിങ് ദ പാർച്യൂറേഷൻ. ചൈൽഡ് ബർത്തിന് ശേഷം 6 മാസം വരെ ഇതിന് പ്രാധാന്യമുള്ളൂ. പിന്നെ ഇതിന് സൈഡ് എഫക്റ്റ് ഒന്നുമില്ല, പക്ഷേ ഫെയിലുവർ ചാൻസ് ഹൈ ആണ്. കാരണം എല്ലാ സ്ത്രീകൾക്കും ഈ 3 മാസം മുതൽ 6 മാസം വരെയുള്ള, അതായത് ആദ്യത്തെ 6 മാസം ഇങ്ങനെ ലാക്ടേഷണൽ അമനോറിയ ഉണ്ടാകണമെന്ന് ഒരു ഉറപ്പുമില്ല. ചില സ്ത്രീകൾക്ക് 1 മാസം കഴിയുമ്പോൾ തന്നെ അവർക്ക് ഓവുലേഷനും പീരീഡ്സും ഒക്കെ ഉണ്ടാകാം. അങ്ങനെ ഉണ്ടായാൽ അത് ഫെയിലുവർ ചാൻസിലേക്ക് ലീഡ് ചെയ്യും. ഇനി ബാരിയർ മെത്തേഡ്സ്, ആർട്ടിഫിഷ്യൽ മെത്തേഡ്സിലേക്ക് കടക്കുകയാണ്. അതിൽ 1ാമത്തെ മെത്തേഡാണ് ബാരിയർ മെത്തേഡ്. ബാരിയർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ദേ പ്രിവെൻറ്റ് ഫിസിക്കൽ മീറ്റിംഗ് ഓഫ് ഓവം ആൻഡ് സ്പേമം. സ്പേമും ഓവവും തമ്മിലുള്ള ഫിസിക്കൽ മീറ്റിംഗ് ഒഴിവാക്കുകയാണ് ഈ ബാരിയേഴ്സ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ സെക്ഷൽ ഇൻ്റർകോഴ്സിൽ ഏർപ്പെടുമ്പോൾ പെനിസിനും വജൈനയ്ക്കും ഇടയിൽ ഒരു ബാരിയർ വരുന്നു. ആ ബാരിയർ ഒരിക്കലും സ്പേംസിൻ്റെ എൻട്രി അല്ലെങ്കിൽ സ്പേംസിനെ വജൈനയിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ അനുവദിക്കുകയില്ല സെമന്. ഓക്കെ, ഇനി നമുക്ക് പ്രധാനപ്പെട്ട ബാരിയർ മെത്തേഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് കോണ്ടം. ഒരുവിധം എല്ലാ കുട്ടികൾക്കും ഒക്കെ ഒരു സാധാരണ അറിവുള്ള കാര്യമാണ് ഈ കോണ്ടംസ്. കോണ്ടംസ് എന്ന് പറഞ്ഞാൽ ദീസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് റബ്ബർ ലാക്ടെക്സ്. റബ്ബർ ലാക്ടെക്സ് കൊണ്ടുണ്ടാക്കിയ ഒരു ഉറയാണ് കോണ്ടം. They are used to cover the penis or vagina or cervix. പെനിസ്
സാധാരണ രീതിയിൽ ഈ പുരുഷന്മാരാണ് കോണ്ടംസ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് ഫീമെയിൽസ് ഉപയോഗിക്കുന്ന കോണ്ടംസും ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ടു കവർ പെന്നീസ് ഓർ വജേന ഓർ സെർവിക്സ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. യൂഷ്വലി കോണ്ടംസ് എന്ന് പറയുന്ന വാക്ക് കേൾക്കുമ്പോഴേ മനസ്സിലാകുന്നത് ഇത് മെയിൽ പാർട്ട്ണറാണ് ഈ കോണ്ടം ഉപയോഗിക്കുന്നത്. അവർ ഈ പെന്നിസിനെ കവർ ചെയ്തുകൊണ്ട് റബ്ബർ ലാക്റ്റസ് കൊണ്ടുള്ള ഉറ ധരിക്കും. അതിനുശേഷം സെക്ഷൽ ഇൻ്റർകോഴ്സിൽ ഏർപ്പെടും. അപ്പോൾ സംഭവിക്കുന്നത് ഇജാക്കുലേഷൻ സമയത്ത് പുറത്തേക്ക് വരുന്ന സെമൻ ഈ ഉറയ്ക്കകത്ത്, ഈ കോണ്ടത്തിനകത്ത് ഡെപ്പോസിറ്റ് ചെയ്യും. ഒരിക്കലും അത് വജേനയ്ക്കുള്ളിലേക്ക് കടക്കുകയില്ല. ഇനി ഇതിൻ്റെ മെറിറ്റ്സ് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. കോണ്ടത്തിൻ്റെ മെറിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇറ്റ് പ്രൊട്ടക്ട് യൂസർ ഫ്രം STD ആൻഡ് എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ ഗർഭനിരോധനം മാത്രമല്ല, കൂടാതെ ഇത് സെക്ഷുവലി ട്രാൻസ്മിറ്റിംഗ് ഡിസീസസ് ആയിട്ടുള്ള എയ്ഡ്സിനെയും മറ്റുമൊക്കെ തടയും. 2, ഈസിലി അവൈലബിൾ ആണ്. കോണ്ടംസ് എല്ലാ മെഡിക്കൽ ഷോപ്പുകളിലും അതുപോലെ തന്നെ പ്രൈമറിയും കമ്മ്യൂണിറ്റിയുമായിട്ടുള്ള ഹെൽത്ത് സെൻറ്ററിലും എല്ലാം അവൈലബിൾ ആണ്. ഇറ്റ് ഈസ് ഡിസ്പോസബിൾ, അതായത് ഒരിക്കൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഡിസ്പോസ് ചെയ്യാം, അതിനെ നമുക്ക് കരിച്ച് കളയുകയോ ഒക്കെ ചെയ്യാം. ഇനി ഇഫക്റ്റീവാണ്. അവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഇഫക്റ്റീവാണ്. ഇഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫെയില്യുവർ ചാൻസ് തീരെ കുറവാണ് കോണ്ടംസ് ഉപയോഗിച്ചുകൊണ്ട് സെക്ഷൽ ഇൻ്റർകോഴ്സ് ചെയ്യുമ്പോൾ. ഇനി ഇതിൻ്റെ ഡീമെറിറ്റ്സ് കൂടി നമുക്ക് പരിശോധിച്ച് നോക്കാം. അപൂർവം ചില കോണ്ടംസ് അലർജിക്ക് കാരണമാകുന്നുണ്ട് ചില പാർട്ട്നേഴ്സിൽ. ഇനി സം കോണ്ടംസ് അഫക്റ്റ് സെക്ഷൽ ഡിസയർ. ഇത് ചില പാർട്ട്നേഴ്സിൻ്റെ ഒരു കംപ്ലൈൻറ്റ് മാത്രമാണ്. അവർ കോണ്ടംസ് ഉപയോഗിക്കില്ല, കാരണം സെക്ഷൽ ഇൻ്റർകോഴ്സ് നടക്കുമ്പോഴത്തേക്ക് അവർക്കതിന് ഒരു സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്യില്ല. അതുകൊണ്ടാണ് അങ്ങനെ എഴുതിയേക്കുന്നത്. സം കോണ്ടംസ് അഫക്റ്റ് സെക്ഷൽ ഡിസയർ. ഇനി ഈ കോണ്ടംസ് എഴുതിയേക്കുന്നതിൻ്റെ ബ്രാക്കറ്റിൽ എക്സാമ്പിൾ നിരോധം എന്ന് എഴുതിയിട്ടുണ്ട്. നിരോധം എന്ന് പറഞ്ഞാൽ സാധാരണ വളരെ പ്രചാരത്തിൽ ഉണ്ടായിരുന്ന ഒരു ബ്രാൻഡ് നെയിമാണ്, കോണ്ടത്തിൻ്റെ ബ്രാൻഡ് നെയിമാണ് നിരോധം. നമുക്ക് ചിത്രത്തിൽ മെയിൽ കോണ്ടത്തിൻ്റെ കോണ്ടം നമുക്ക് കാണാം. നെക്സ്റ്റ്, ഡയഫ്രംസ്, സെർവൈക്കൽ ക്യാപ്സ് ആൻഡ് വോൾസ്. ഇവിടെ ഈ ഡയഫ്രവും സെർവൈക്കൽ ക്യാപ്സും വോൾസും യഥാർത്ഥത്തിൽ യൂസ് ചെയ്യുന്നത് ഫീമെയിൽസാണ്. ഇതും നിർമ്മിച്ചിരിക്കുന്നത് റബ്ബർ ലാക്ടെക്സ് കൊണ്ട് തന്നെയാണ്. ഇത് ഫീമെയിൽസിൻ്റെ വജേനയ്ക്കുള്ളിലൂടെ സെർവിക്സിലേക്ക് കയറ്റി വയ്ക്കും. സെർവിക്സിലേക്ക് കയറ്റി വെച്ചിട്ട് സെക്ഷൽ ഇൻ്റർകോഴ്സ് നടത്തും. സെക്ഷൽ ഇൻ്റർകോഴ്സിൻ്റെ ക്ലൈമാക്സിൽ ഇജാക്കുലേഷൻ സംഭവിക്കുമ്പോൾ സെമൻ ഈ സെർവിക്സിനെ മൂടിയിരിക്കുന്ന ഡയഫ്രത്തിലോ അല്ലെങ്കിൽ സെർവൈക്കൽ ക്യാപ്സിലോ അല്ലെങ്കിൽ വോൾസിലോ ശേഖരിക്കപ്പെടും. എന്നിട്ട് സെക്ഷൽ ഇൻ്റർകോഴ്സിന് ശേഷം ഈ വോൾസും സെർവൈക്കൽ ക്യാപ്സും അല്ലെങ്കിൽ ഡയഫ്രം എടുത്ത് വാഷ് ചെയ്യും. അപ്പോൾ ഒരിക്കലും സ്പേം ഉള്ളിലേക്ക് പോകില്ല. അപ്പം ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് റബ്ബർ ആൻഡ് ഇറ്റ് ഈസ് ഇൻസേർട്ടഡ് ഇൻ ടു ദ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്ട് ടു കവർ ദ സെർവിക്സ് ഡ്യൂറിങ് ദ കോയിറ്റസ്. ദേ ബ്ലോക്ക് ദ എൻട്രി ഓഫ് സ്പേംസ് ത്രൂ ദ സെർവിക്സ്. ഇനി നമുക്ക് ഇതിൻ്റെ മെറിറ്റ്സ് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ദേ ആർ റീയൂസബിൾ എന്ന് പറയാം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നേരത്തെ നമ്മൾ കോണ്ടംസ് റീയൂസബിൾ അല്ലായിരുന്നു, പക്ഷേ ഈ ഡയഫ്രവും സെർവൈക്കൽ ക്യാപ്സും വോൾസും റീയൂസബിൾ ആണ്. ഉപയോഗത്തിന് ശേഷം വാഷ് ചെയ്ത് വീണ്ടും സെക്ഷൽ ഇൻ്റർകോഴ്സ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രിഫർ ചെയ്യുവാൻ പറ്റും. ഇനി പൊതുവിലുള്ളൊരു കാര്യമാണ്, ഈ ബാരിയേഴ്സിൽ കോണ്ടമായാലും മിക്കവാറും കോണ്ടത്തിൽ സ്പെമിസൈഡൽ ക്രീംസും അതുപോലെ തന്നെ ജെല്ലീസും ഫോംസും ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. എന്താണ് സ്പെമിസൈഡൽ ക്രീം? സ്പെമിസൈഡൽ ക്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്പേംസിനെ കൊന്നുകളയും, നശിപ്പിച്ച് കളയും. അങ്ങനെയുള്ള കെമിക്കലാണ് സ്പെമിസൈഡൽ ക്രീംസ്. ജെല്ലീസ് എന്ന് പറഞ്ഞാൽ ഫ്രിക്ഷൻ കുറയ്ക്കുന്നതിന് വേണ്ടി ആഡ് ചെയ്യപ്പെടുന്ന ലൂബ്രിക്കൻസ് ആണിത്. പിന്നെ ഫോംസ് എന്ന് പറഞ്ഞാൽ ഒരുതരം പത പോലെ ഇരിക്കും, അതും സ്പേംസിനെ നശിപ്പിച്ച് കളയുന്ന കെമിക്കൽസാണ്. അപ്പോൾ ഇവ ഈ കോൺട്രാസെപ്ഷൻ്റെ ഇഫക്റ്റീവ്നെസ് കൂട്ടും, കൂടുതൽ വിശ്വസനീയമാക്കും നമ്മളെ ഈ ബാരിയേഴ്സിനെ. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. ബാരിയർ ആർട്ടിഫിഷ്യൽ മെത്തേഡ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. അതിലെ ഫസ്റ്റ് ഭാഗം, അതായത് ബാരിയേഴ്സ് മാത്രമേ ഡിസ്കസ് ചെയ്തുള്ളൂ. ബാക്കിയുള്ളത് ഡിസ്കസ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോവും.
ഇനി ഈ വീഡിയോ കേട്ട് മനസ്സിലാക്കി നോട്ട്സ് ഇതിൽ നിന്നും പ്രിപ്പയർ ചെയ്ത ശേഷം എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. താങ്ക് യു.